ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള PSC ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ട്രാൻസിസ്റ്റർ എന്നുള്ള പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കോമൺ കളക്ടർ ആംപ്ലിഫയർ സർക്യൂട്ട് ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോമൺ കളക്ടർ കോൺഫിഗറേഷനെ പറ്റിയിട്ടാണ്. ആ കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? ഇതിൽ കളക്ടർ എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു NPN ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യുകയാണെന്നെങ്കിൽ ഇതിന്റെ ഡയഗ്രാം വരുന്നത് ഇവിടെ ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇവിടെ നമ്മളൊരു സപ്ലൈ കൊടുക്കുന്നുണ്ടാവും. അതേപോലെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ബേസ് എന്നായിരിക്കും എടുക്കുക. ഓക്കെ, ഇവിടെ ഇൻപുട്ട് DC വോൾട്ടേജ് കൊടുക്കുന്നു. ഇത് നമ്മുടെ ഡേറ്റം അഥവാ ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ഇവിടെ വരും, കളക്ടർ ഇവിടെ വരും, ദെൻ ബേസ് ഇവിടെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം കളക്ടർ എന്ന് പറയുന്നത് ബോത്ത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കോമൺ കളക്ടർ എന്ന് പേര് വന്നത്. അതുകൊണ്ട് ഇവിടെ ഇൻപുട്ട് എടുക്കുന്നത്, ഇവിടുത്തെ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും IB ആയിരിക്കും. അതേപോലെ ഔട്ട്പുട്ട് എടുക്കുന്നത് എന്തിന് ത്രൂ ആയിരിക്കും? നമ്മുടെ എമിറ്ററിന് ത്രൂ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. എമിറ്റർ എന്നുള്ളതാണ് ആൻസർ വരിക. നമുക്ക് മനസ്സിലായല്ലോ, എമിറ്റർ വിത്ത് റെസ്പെക്ട് ടു കളക്ടർ ആയിരിക്കും ഔട്ട്പുട്ട് എടുക്കുക. അതേപോലെ ബേസ് വിത്ത് റെസ്പെക്ട് ടു കളക്ടർ ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. നമുക്ക് വേറൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യാം. നമ്മുടെ ഈ കോമൺ കളക്ടറിലെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഗാമയാണ്. ഗാമയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. ദെൻ ഔട്ട്പുട്ട് കറണ്ട് IE ബൈ IB ആയിരിക്കും വരുന്നത്. അപ്പോൾ ഗാമ എന്ന് പറയുന്നതാണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. അതേപോലെ കോമൺ ബേസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫയാണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആൽഫ ഇസ് ഈക്വൽ ടു IC ബൈ IE ആയിരിക്കും. അവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് IEയും ഔട്ട്പുട്ട് എടുക്കുന്നത് കളക്ടറിന് ത്രൂ ആയിരിക്കും. അതേപോലെ കോമൺ എമിറ്ററിൻ്റെതാണ് ബീറ്റ. ബീറ്റയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം IC ബൈ IB ആണ്. ഇവിടെ കറണ്ട് എന്താണ്? ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ ആയിരിക്കും. അതേപോലെ ഇൻപുട്ട് എടുക്കുന്നത് ബേസ് എന്നായിരിക്കും. അപ്പൊ ഈ 3 ഇക്വേഷനും ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റഡ് ഇൻ ദ ട്രാൻസിസ്റ്റർ കോഡ് നമ്പർ BC107? നമുക്കറിയാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ആണ് BC107. ഇതിൽ B ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ സിലിക്കൺ ആണെന്നാണ് ഇതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് രണ്ട് മൂന്ന് തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചേക്കുക. B എന്ന് പറയുന്നത് സിലിക്കൺ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ A എന്നായിരുന്നു ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നതെങ്കിൽ അവിടെ ജെർമേനിയം ആണ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്നാണ് അതിന്റെ മീനിങ്. അതേപോലെ BC107ലെ C എന്ന് പറയുന്നത് ഇത് ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ്, അതായത് ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് C ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് BC107. അതുകൊണ്ട് ഓപ്ഷൻ C സിലിക്കൺ മെറ്റീരിയൽ യൂസ്ഡ് എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which configuration of transistor amplifier is most commonly used in electronic circuit? നമുക്കറിയാം 3 കോൺഫിഗറേഷൻസ് ഉണ്ട് ആംപ്ലിഫയേഴ്സിന്: കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ. ഇതിൽ കൂടുതലായി യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ ആണ്. സോ ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ പ്രൊവൈഡ് ഗുഡ് ബാലൻസ് ഓഫ് കറണ്ട് ഗെയിൻ. കറണ്ട് ഗെയിനിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് കൊണ്ടുവരുന്നുണ്ട് കറണ്ട് ഗെയിൻ. അതേപോലെ തന്നെ വോൾട്ടേജ് ഗെയിനിനും കറണ്ട് ഗെയിനിനും പവർ ഗെയിനിനും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബാലൻസ് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഹൈ കറണ്ട് ഗെയിൻ ആണ് എന്ന് പറയുന്നത്. നമുക്കറിയാം കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ബീറ്റയാണ്. ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആയിരിക്കും. നമുക്കറിയാം കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ IC ബൈ IB ആണ് വരിക. ഇവിടുത്തെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ ഈ കോൺഫിഗറേഷൻ ഒരു വോൾട്ടേജ് ഗെയിൻ ഹൈ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ വേറെ 2 പ്രത്യേകതകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ലോ ഇൻപുട്ട് ഇംപിഡൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസും ആയിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ പക്ഷെ കോമൺ ബേസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, കോമൺ ബേസിലാണെങ്കിൽ ഹൈ വോൾട്ടേജ് ഗെയിനും ലോ കറണ്ട് ഗെയിനും ആയിരിക്കും. ഇവിടെ കോമൺ എമിറ്ററിൽ രണ്ടും ഏകദേശം ഹൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ കോമൺ ബേസിന്റെ കേസിൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ലോ ആയിരിക്കും.
അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റില്ല, റേഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ കോമൺ കളക്ടറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആൻഡ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോ ആയിരിക്കും. ഇവിടുത്തെ പ്രത്യേകത ഹൈ ആയിരിക്കും ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്, ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിരിക്കും, ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും. ഓക്കെ, ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും കൂടെ മാച്ച് ചെയ്ത് ഇമ്പിഡൻസ് മാച്ചിങ്ങിന് യൂസ് ചെയ്യുന്നു, ബഫർ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നു. അതാണ് കോമൺ കളക്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോമൺലി ഇലക്ട്രോണിക് സർക്യൂട്ട്സിലൊക്കെ യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. സോ ഓപ്ഷൻ ബി is the right answer. Moving on to the next question. The medium doped region in a transistor is. ഇവിടെ മീഡിയം ഡോപ്ഡ് റീജിയൻ ഏതെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ കളക്ടർ ആണ്. നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്ററിൽ 3 റീജിയൻ ആണ് ഉള്ളത് മെയിൻ ആയിട്ടും. എന്തൊക്കെയാ ഉള്ളത്? എമിറ്റർ റീജിയൻ ഉണ്ട്, അതേപോലെ ഒരു ബേസ് റീജിയൻ ഉണ്ട്. ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. ഫിസിക്കൽ വിഡ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വിഡ്ത്ത് കൂടിയ ഏരിയ കളക്ടർ ആയിരിക്കും. അതേപോലെ ഏറ്റവും ലോ വിഡ്ത്ത് ഉള്ളത് എന്തായിരിക്കും? ബേസ് ആയിരിക്കും. ഈ കളക്ടറിന്റെയും ബേസിന്റെയും ഇടയിലായിരിക്കും ഇതിന്റെ എമിറ്ററിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും, ബേസ് ആയിരിക്കും ഏറ്റവും ലൈറ്റ്ലി ഡോപ്ഡ്. കളക്ടർ റീജിയന്റെ പ്രത്യേകത മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ എമിറ്റർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ആംപ്ലിഫയറിന്റെ കേസിൽ എമിറ്റർ ഫോർവേഡ് ബയാസിലും കളക്ടർ റിവേഴ്സ് ബയാസിലും ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അറിയാം ഫോർവേഡ് ബയാസിൽ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും, അതേപോലെ റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും. ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പൊ ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ലോ റെസിസ്റ്റൻസ് ഏരിയ ടു ഹൈ റെസിസ്റ്റൻസ് ഏരിയ ആണ് ഒരു ട്രാൻസിസ്റ്ററിന്റെ കേസിൽ. അതുകൊണ്ടാണ് ഈ നെയിം വന്നത് തന്നെ. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാല് ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റർ, അങ്ങനെയാണ്. അതായത് ലോ റെസിസ്റ്റൻസ് റീജിയനിൽ നിന്ന് ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ ഹൈ റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ നെയിം വന്നു ട്രാൻസിസ്റ്റർ. പിന്നെ എമിറ്റർ ബേസ് ജംഗ്ഷന്റെ ഒരു ഫിസിക്കൽ വിഡ്ത്തും ഓർത്ത് വെച്ചേക്കുക. അതേപോലെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഹെവിലി ഡോപ്ഡ് എമിറ്റർ ആണ്, ലൈറ്റ്ലി ഡോപ്ഡ് ബേസ് ആണ്, മോഡറേറ്റ്ലി ഡോപ്ഡ് ഏരിയ ആണ് കളക്ടർ. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോമൺ കളക്ടർ ആംപ്ലിഫയർ ഹാസ് ദ ഹൈയസ്റ്റ്. കോമൺ കളക്ടർ കോൺഫിഗറേഷന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു കോമൺ കളക്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ അതിന് ഹൈ കറണ്ട് ഗെയിൻ ആയിരിക്കും. ഓക്കെ, കറണ്ട് ഗെയിൻ ഹൈ ആയിരിക്കും. കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. ഇവിടെ നമുക്കറിയാം കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഗാമ എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റയെക്കാളും ആൽഫയെക്കാളും എന്താണ്? ആൽഫയെക്കാളും ബീറ്റയെക്കാളും ലാർജ് ആണ്. നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് കോമൺ ബേസിന്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണ്, അത് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ബീറ്റ എന്ന് പറയുന്നത് കോമൺ എമിറ്ററിന്റെ ആണ്, അതെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ഹൈ വാല്യൂ ആയിരിക്കും. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് ഒരു ഹൈ വാല്യൂ ആയിരിക്കും. ബീറ്റയേക്കാൾ ലാർജർ ആയിരിക്കും നമ്മുടെ ഗാമ എന്ന് പറയുന്നത്. ഗാമ ഈക്വൽ ടു നമുക്കറിയാം ബീറ്റ പ്ലസ് 1 ആണ് ആൻസർ, അതിന്റെ ഇക്വേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? ഗാമയാണ് ഏറ്റവും വലിയ കറണ്ട് ഗെയിൻ. അത് കോമൺ കളക്ടർ കോൺഫിഗറേഷന്റെ ആണ്. ഓക്കെ, അതുമല്ല ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആംപ്ലിഫൈ വിത്തൗട്ട് വോൾട്ടേജ് ഗെയിൻ. അതുകൊണ്ട് തന്നെ കോമൺ കളക്ടർ യൂസ് ചെയ്യുന്നത് ഇംപിഡൻസ് മാച്ചിങ്ങിനും ബഫർ ആംപ്ലിഫയറുമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇംപിഡൻസ് മാച്ചിങ്ങിനും യൂസ് ചെയ്യുന്നു, അതൊരു ബഫർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഔട്ട്പുട്ട് കറണ്ട് ഫോളോസ് ഇൻപുട്ട് കറണ്ട് എന്നുള്ള ഒരു പ്രോപ്പർട്ടി കോമൺ കളക്ടറിനുണ്ട്. അതുകൊണ്ട് തന്നെ കോമൺ കളക്ടർ നമ്മൾ എങ്ങനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നു? എമിറ്റർ ഫോളോവർ. അതായത് ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എമിറ്റർ ഫോളോവർ എന്നൊരു പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് കമ്പാരിസണും കൂടെ നോക്കാം. ഓരോ കോമൺ ബേസിന്റെയും കോമൺ എമിറ്ററിന്റെയും കോമൺ കളക്ടറിന്റെയും കമ്പാരിസൺ കൂടെ നോക്കാം. ഇവിടെ നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കോമൺ ബേസിൽ വെരി ലോ ആയിരിക്കും. ഇതിനകത്താണെങ്കിൽ ഇവിടെയും കോമൺ എമിറ്ററിലും ലോ ആയിരിക്കും. അതെങ്ങനെയായിരിക്കും? ഒരു 1 കിലോ ഓം റേഞ്ചിലൊക്കെ ഉണ്ടാവും. കോമൺ കളക്ടറിന്റെ കേസിൽ ഹൈ ആയിരിക്കും ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വെരി ഹൈ ആയിരിക്കും കോമൺ ബേസിൽ. നമ്മൾ പറഞ്ഞു കോമൺ ബേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോ ഇൻപുട്ട് ഇമ്പിഡൻസും വെരി ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആണ്. ഏറ്റവും കുറവ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉള്ള കോൺഫിഗറേഷൻ ഏതാന്ന് ചോദിച്ചാൽ കോമൺ ബേസ് ആണ്. അതേപോലെ വെരി ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉള്ള കോൺഫിഗറേഷൻ എന്ന് ചോദിച്ചാലും എന്താണ് ആൻസർ? കോമൺ ബേസ് ആണ് വരിക. അതേപോലെ കോമൺ എമിറ്ററിലും
കമ്പാരിറ്റീവ്ലി ഹൈ ആണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഒരു 40 കിലോ ഓം റേഞ്ചിലൊക്കെയാണ് സാധാരണ പറയാറ്. പിന്നെ കോമൺ കളക്ടറിലാണെങ്കിൽ ലോ. ഈ പ്രോപ്പർട്ടി ഓർത്ത് വെച്ചേക്കുക. കോമൺ കളക്ടറിന്റെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആണ്. കാരണം കോമൺ ബേസിന്റെയും കോമൺ എമിറ്ററിന്റെയും നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ബഫർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നമുക്കറിയാം കോമൺ ബേസിന്റെ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ, കോമൺ എമിറ്ററിന്റേത് ബീറ്റ, ദെൻ കോമൺ കളക്ടറിന്റേത് ഗാമ. ഇതിന്റെ ഇക്വേഷൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. IC/IE ആയിരിക്കും ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. ബീറ്റയുടെ ഇക്വേഷൻ IC/IB ആയിരിക്കും. ഗാമ എന്ന് പറയുന്നത് IE/IB ആയിരിക്കും. ഓക്കെ, അതാണ്. പിന്നെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് കോമൺ ബേസിൽ മീഡിയം ആയിരിക്കും, കോമൺ എമിറ്ററിലും മീഡിയം ആയിരിക്കും, കോമൺ കളക്ടറിൽ വെരി ലോ ആയിരിക്കും. അതേപോലെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും നമ്മുടെ കോമൺ ബേസിൽ. ഇതിനകത്ത് കോമൺ എമിറ്ററിൽ ഹൈ ആയിരിക്കും, കോമൺ കളക്ടറിലാണെങ്കിൽ വെരി ഹൈ ആയിരിക്കും. ഇത്രയും പ്രോപ്പർട്ടീസ് ഓർത്ത് വെച്ചേക്കാം. ഇവിടെ ആൻസർ വരുന്നത് എ കോമൺ കളക്ടർ ആംപ്ലിഫയർ ഹാസ് ഹൈയസ്റ്റ് കറണ്ട് ഗെയിൻ ആണ്. കറണ്ട് ഗെയിൻ നമ്മൾ പറഞ്ഞു ഹൈ ആണ് കോമൺ കളക്ടറിന്റെ കേസിൽ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലോവസ്റ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് ഒബ്റ്റൈൻഡ് ഇൻ വിച്ച് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നോക്കിയോ, ഇൻപുട്ട് ഇമ്പിഡൻസ് ഏറ്റവും ലോവസ്റ്റ് ഏതിനെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരുന്നു ലോവസ്റ്റ് ഏതിനാണ്? കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണ് ഏറ്റവും ലോവസ്റ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് വരുന്നത്. സോ ഓപ്ഷൻ സി കോമൺ ബേസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാൻസിസ്റ്റർ ഈസ് എ കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് ആണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് ആണ്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് ഡിവൈസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ജെഫെറ്റ്, മോസ്ഫെറ്റ് ഒക്കെ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് ആണ്. അതേപോലെ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് ഡിവൈസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓപാമ്പ് ആണ്. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് കൺട്രോൾഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അതേപോലെ നമ്മുടെ BJTയുടെ കേസിൽ ഔട്ട്പുട്ട് കറണ്ട് ഈസ് കൺട്രോൾഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് വരുമ്പോൾ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് വേരി വിത്ത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത്. ഇവിടെ ഓപ്ഷൻ ബി കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് എന്നുള്ളതാണ് ആൻസർ വരിക. Moving on to next question. When a transistor works as an amplifier, it operates in ഏത് റീജിയനിലാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്? ഏത് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ആംപ്ലിഫയർ ആപ്ലിക്കേഷനിൽ. അത് ആക്റ്റീവ് റീജിയൻ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ട്രാൻസിസ്റ്ററിൽ തന്നെ ആക്റ്റീവ് റീജിയൻ ഉണ്ട്, കട്ട് ഓഫ് ഉണ്ട്, സാച്ചുറേഷൻ റീജിയൻ ഉണ്ട്, അതേപോലെ തന്നെ റിവേഴ്സ് ആക്റ്റീവ് റീജിയൻ ഉണ്ട്. ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത് എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസും അതുപോലെ തന്നെ കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസും ആയിരിക്കും. ഇവിടെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ രണ്ട് ജംഗ്ഷൻസും എന്തായിരിക്കും? റിവേഴ്സ് ബയാസിലായിരിക്കും. സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ജംഗ്ഷൻസും ഫോർവേഡ് ബയാസിലായിരിക്കും. എമിറ്റർ ബേസും കളക്ടർ ബേസ് ജംഗ്ഷനും ഫോർവേഡ് ബയാസിൽ തന്നെ ആയിരിക്കും. റിവേഴ്സ് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ആക്റ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലും കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിലും ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഈ സാച്ചുറേഷൻ റീജിയനും കട്ട് ഓഫ് റീജിയനുമാണ് ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓൺ സ്വിച്ച് ആയിട്ട് സാച്ചുറേഷൻ റീജിയനും ഓഫ് സ്വിച്ച് ആയിട്ട് കട്ട് ഓഫ് റീജിയനും യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിലായിരിക്കും വർക്ക് ചെയ്യുക. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസും. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ട്രാൻസിസ്റ്റർ ദർ ആർ ഡാഷ് ഡിപ്ലീഷൻ റീജിയൻ. ട്രാൻസിസ്റ്റർ നമ്മൾ പറഞ്ഞിരുന്നു എത്ര റീജിയൻസ് ആണ് ട്രാൻസിസ്റ്ററിനുള്ളത്? 3 റീജിയൻ ആണ്. എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്. അപ്പോൾ ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണെന്ന് എടുക്കുകയാണെന്ന്, എക്സാമ്പിൾ NPN ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊരു NP റീജിയൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. അതേപോലെ ഇതൊരു PN റീജിയൻ ആണ്, ഇതിന്റെ ഇടയിലും ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 2 ഡിപ്ലീഷൻ റീജിയൻ ആണ് ഒരു ട്രാൻസിസ്റ്ററിന് ഉണ്ടാവുക. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ വാല്യൂ ഓഫ് ആൽഫ ഇൻ എ ട്രാൻസിസ്റ്റർ ഈസ് 0.9, ആൽഫ ഈക്വൽ ടു 0.9, വാല്യൂ ഓഫ് ബീറ്റ എന്ന് പറയുന്നതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആൽഫ, ബീറ്റ, ഗാമ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചു വെക്കണം. ആൽഫ, ബീറ്റ, ഗാമ. അതിൽ ആൽഫ എന്ന് പറയുന്നത്
ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ആണ്. ബീറ്റ എന്ന് പറയുന്നത് ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ ആണ്. ഗാമ എന്ന് പറയുന്നത് ബീറ്റ പ്ലസ് 1 ആണ്. മാത്രമല്ല ആൽഫ എന്ന് പറയുന്നത് ഏത് കോൺഫിഗറേഷനിലാണ്? കോമൺ ബേസിന്റെ കേസിലാണ്. ബീറ്റ കോമൺ എമിറ്ററിന്റെ കേസിലാണ്. ഗാമ എന്ന് പറയുന്നത് കോമൺ കളക്ടറിന്റെ കോൺഫിഗറേഷൻ ആണ്. ഇതിനകത്ത് തന്നെ ആൽഫ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ബേസ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് എന്നാ പറയുക. അപ്പൊ ഔട്ട്പുട്ട് കറണ്ട് എന്താണ്? IC ബൈ IE ആണ് വരിക. അതേപോലെ ബീറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ എമിറ്ററിന്റെ കേസിൽ IC ബൈ IB ആണ് വരിക. കളക്ടറിന്റെ കേസിലാണെങ്കിൽ ഗാമ ഇസ് ഈക്വൽ ടു, കോമൺ കളക്ടർ ആകുമ്പോൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എപ്പോഴും എമിറ്ററിന് അക്രോസും ഇൻപുട്ട് ബേസ് എന്നായിരിക്കും. അതുകൊണ്ട് IE ബൈ IB. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ബീറ്റ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൽഫ തന്നിട്ടുണ്ട്, ബീറ്റ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയാം, ആൽഫ ബൈ 1 മൈനസ് ആൽഫ ആണ്. ദെൻ 0.9 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.9, ദെൻ 0.9 ബൈ 0.1 എന്ന് കിട്ടും. ദെൻ ആൻസർ 9 എന്ന് വരും. ഇവിടെ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. 9 ആണ് ആൻസർ വരിക. ഓക്കെ, ബീറ്റയുടെ വാല്യൂ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where should be the bias point set in order to make ട്രാൻസിസ്റ്റർ വർക്ക് ആസ് ആൻ ആംപ്ലിഫയർ? ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ ബയാസ് പോയിന്റ് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ആക്റ്റീവ് റീജിയനിലായിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു, ആക്റ്റീവ് റീജിയനകത്ത് നമ്മുടെ എങ്ങനെയാണ്? ഫസ്റ്റ് എമിറ്റർ ബേസ് ജംഗ്ഷൻ, ഇൻപുട്ട് എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിലും ആയിരിക്കണം. ഔട്ട്പുട്ട് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ. സ്വിച്ചിങ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ ഏതൊക്കെ റീജിയനിലായിരിക്കും? കട്ട് ഓഫ് റീജിയനിലും അതേപോലെ തന്നെ സാച്ചുറേഷൻ റീജിയനിലായിരിക്കും വർക്ക് ചെയ്യേണ്ടത്. സാച്ചുറേഷൻ റീജിയനകത്ത് ഓൺ സ്വിച്ച് ആയിട്ടും കട്ട് ഓഫ് റീജിയനകത്ത് ഓഫ് സ്വിച്ച് ആയിട്ടും വർക്ക് ചെയ്യുന്നു. ഇതും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എമിറ്റർ ഫോളോവർ ഈസ് യൂസ്ഡ് ഫോർ. എമിറ്റർ ഫോളോവർ നമ്മൾ പറഞ്ഞു കോമൺ കളക്ടർ ആംപ്ലിഫയറിന്റെ വേറൊരു നെയിമാണ് എമിറ്റർ ഫോളോവർ. എമിറ്റർ ഫോളോവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആണ്. ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും അതേപോലെ തന്നെ ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആണ്. അതുകൊണ്ട് തന്നെ എന്തിനു യൂസ് ചെയ്യാം? ഇംപിഡൻസ് മാച്ചിങ്ങിന് യൂസ് ചെയ്യാം. ഒരു ബഫർ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഓപ്ഷനിൽ ഇംപിഡൻസ് മാച്ചിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ സി. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇംപിഡൻസ് മാച്ചിങ്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.